ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടിപ്സിലേക്ക് സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള നല്ല മുരുമൊരാന്നുള്ള ഉള്ളി പക്കോടയുടെ റെസിപ്പി ആട്ടോ ഇത്. വൈകുന്നേരം ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആട്ടോ ഇത്. പുറമെ നല്ല ക്രിസ്പിയും അകമൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു പക്കോട ആട്ടോ ഇത്. അതിനായിട്ട് 4 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് മുകളിലത്തെ ഈ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു വൈറ്റ് പാർട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് സവാളയുടെ ഇതളുകൾ വിടിയിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. തീരെ നൈസും അല്ല അധികം കട്ടിയും അല്ലാത്ത ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ കൊണ്ട് അധികം ബലം കൊടുക്കാതെ ഒന്ന് തിരുമ്മി ആ സവാളയുടെ ഇതളുകളൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി എടുത്താലും മതിയാകും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലി കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, പൊടിഞ്ഞു പോകരുത്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം ബലം കൊടുത്ത് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം ബലം കൊടുത്ത് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഇതിനി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഇങ്ങനെ തിരുമ്മി വയ്ക്കുമ്പോൾ ഉള്ളിയിൽ നിന്നും അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഈ ഒരു നനവിൽ വേണം നമുക്ക് മാവ് ചേർത്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഇതിലേക്ക് 1 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കാം. ആ ഉള്ളിയുടെ നീരിൽ തന്നെ ഇതങ്ങ് കുഴഞ്ഞു വന്നോളും കേട്ടോ. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ചേർക്കേണ്ടി വരുവാണെങ്കിൽ തന്നെ 1 ടീസ്പൂൺ വെള്ളമോ മറ്റോ മതിയാകും കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുഴച്ചു വെച്ചിരിക്കുന്ന ഉള്ളിക്കൂട്ടിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പക്കോടയായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് നുള്ളി ഇട്ട് കൊടുത്താൽ മതിയാകും. പുറമേയൊക്കെ ഉള്ളി ഈ ഒരു രീതിയിൽ ഇരിക്കണം കേട്ടോ, എങ്കിലാവും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ആദ്യത്തെ സെറ്റ് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെയാണ് നല്ല ക്രിസ്പി ആട്ടോ ഇരിക്കുന്നത് പുറമേയൊക്കെ. ഇപ്പോൾ ബാക്കിയുള്ളതും ഈ രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ലാസ്റ്റിൽ ഒരല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഉള്ളി പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.